ഇപ്പോൾ DMK-യുടെ കോർഡിനേറ്റർ കൂടിയായ അംസ പറക്കാട്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ കോടതി വിധിയെ എങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയ വിജയം? രാഷ്ട്രീയ വിജയം മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ തുറങ്കലിൽ അടക്കപ്പെട്ടത്. അപ്പോൾ കോടതിയെ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം സാധാരണക്കാരെ ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം പൊരുതുകയാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ നിത്യേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗശല്യം, ഇതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പം തന്നെ 6-7 ആൾ കാട്ടാനാക്രമണത്തിൽ മരിച്ചില്ലേ? അപ്പോൾ അദ്ദേഹം ഈ ഇറങ്ങി തിരിച്ചത് സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ വിജയമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ജാമ്യം. രാഷ്ട്രീയ വിജയമായി തന്നെ കാണാനാവുമെന്നാണ് DMK. അങ്ങനെയെങ്കിൽ ഇനിയുള്ള DMK-യുടെ ലക്ഷ്യം എന്തായാലും അല്ല, രാഷ്ട്രീയ വിജയം മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയ വിജയമായി കാണുന്നതിലല്ല അപ്പുറം ജനങ്ങളുടെ വിജയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പകപോക്കലാണ് എന്ന് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ. അതിനുള്ള തിരിച്ചടിയാണോ? അതിനുള്ള ഗവൺമെന്റിനുള്ള തിരിച്ചടി എന്ന 100%. ഇന്നലെ SP വന്ന് 1.5-3 മണിക്കൂർ ഈ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുന്ന് ഗൂഢാലോചന നടത്തി. ഏതെല്ലാം രീതി SP വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം അവിടെ ചെന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഗൂഢാലോചന എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ച് ഗവൺമെന്റ് സമ്മതത്തോടു കൂടി, മേലുദ്യോഗസ്ഥന്മാരുടെ സമ്മതത്തോട് രാത്രി 10-11 മണിക്ക് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് ഇന്ന് എല്ലാവരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് എല്ലാവരും പറഞ്ഞില്ല, ഇതൊരു ആസൂത്രിതമായിരുന്നു. ഇത് ഒരു MLA-ക്ക് കിട്ടേണ്ട പ്രിവിലേജ് പോലെ. ഇങ്ങനെ ഒരു MLA-നെ എവിടെ അറസ്റ്റ് ചെയ്തിരിക്കണ? ഏത് കാര്യത്തിൽ? ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു MLA ഇങ്ങനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനമായിട്ടും കോടതി തന്നെ ചോദിച്ചിരുന്നു, ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ പേരൊന്നും ഇന്നലെ 12:47 അറസ്റ്റ് ചെയ്ത 4 പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇന്ന് FIR ഹാജരാക്കുമ്പോൾ പോലും അവരുടെ പേര് പോലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അതൊരു ഗൂഢാലോചനയല്ലേ? കസ്റ്റഡിയിലെടുത്ത പ്രതികളോട് ചോദിച്ചാൽ അവരുടെ പേരും അഡ്രസ്സും കിട്ടും. അതിന് MLA-നെ അറസ്റ്റ് ചെയ്തിട്ട് വേണം. അതിന് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചെന്താ? MLA-യെ പിടിച്ചാലാണ് മറ്റുള്ളവർക്ക്. എന്ത് വാദമാണ് ഈ പോലീസ്? പിന്നെ എന്തിനാണ് നടക്കുന്നത് ഇവിടെ? അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതികൾ മറ്റുള്ളവരൊന്നുമല്ല. PV അൻവർ MLA ഏതെങ്കിലും രീതിയിൽ കൽത്തുറങ്കിലാക്കി അദ്ദേഹത്തിൻ്റെ നാവടപ്പിക്കാൻ ശ്രമിക്കാനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ സ്വീകാര്യത കൂടി വരെയാണ്. അദ്ദേഹം ഉയർത്തിയ സന്ദേശത്തിന് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ കിട്ടുമ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിണറായിയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി നടപ്പാക്കിയ ഒരു ഗൂഢാലോചനയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ഈ ജനങ്ങളുടെ കൂടെ അദ്ദേഹം ഇനി ജീവിതകാലം, അദ്ദേഹത്തിന്റെ മരണം വരെ ഉണ്ടാവുന്ന ആവർത്തിച്ചിട്ടുണ്ട്. ഇത് ഗവൺമെന്റിലേറ്റ തിരിച്ചടിയാണ്. ഒരു ഉദാഹരണം കൂടി പറയാം. ഇന്ന് LDF കൺവീനർ PT രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട LDF കൺവീനർ പറഞ്ഞത് ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് തന്നെ സന്ദേശമുണ്ട്. എന്ത്? അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ അവർ പല പദ്ധതികളും നോക്കിയായിരുന്നു. PV അൻവറിനെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ മാറ്റുന്ന പദ്ധതികൾ നോക്കിയപ്പോൾ ഇന്നലെ സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതിഷേധം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാത്രി 10 മണിക്ക് വീട് വളഞ്ഞ് ആക്രമിച്ച് അകത്തിടാമെന്ന് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി ആ കാര്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം തന്നിരിക്കും. ആവുമെന്ന് തന്നെ പ്രതീക്ഷ. നമ്മൾ 7 മണിക്ക് മുമ്പ് അവിടെ എത്തി. ഇപ്പൊ ഇവിടെ നിന്ന് ഇത് കൊടുക്കും. 7 മണിക്ക് തന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് മാക്സിമം ആളുകളുടെ സന്നാഹത്തോടുകൂടി തവന്നൂരിൽ നിന്ന് ഒതായിലേക്ക് വരും. നിലമ്പൂരിൽ അതിന്റെ ഒരു കോടതി വിധിയുടെ വിജയം പ്രകടനം ഉണ്ടാവും. അല്ല, നിലമ്പൂർ നമ്മൾ അങ്ങനെ ഒരു വിജയ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഈ വിജയം ഞങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഈ രാജ്യത്തെയും ഈ നിലമ്പൂർ മണ്ഡലത്തിലെയും പാവപ്പെട്ട ജനങ്ങൾക്കാണ് വിജയം. ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കോടതിയിൽ പോയത്. അതുകൊണ്ട് ഞങ്ങളുടെ ആരും ഒരു അഭിമാന വിജയമായി ഞങ്ങളിത് കാണുന്നില്ല. ജനങ്ങളുടെ വിജയമാണിത്. വിജയം ഈ അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പോരാട്ടത്തിന് എത്രത്തോളം ഊർജ്ജം? തീർച്ചയായിട്ടും നല്ല ഊർജ്ജം. അദ്ദേഹം ഉയർത്തിവെച്ച രാഷ്ട്രീയ പോരാട്ടത്തിന് നല്ലൊരു ഊർജ്ജം, എന്താ പറയുക, ഞങ്ങൾക്കൊരു ആവേശം ലഭിച്ചിട്ടുണ്ട് ഈ വിജയം. ഈ കാരണം ജനങ്ങളെ സേവിക്കാൻ ഇനിയും ഞങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. കാരണം ജനങ്ങളുടെ കൂടെ നിന്ന് തീർച്ചയായും